ടീച്ചറിന്റെ മക്കളെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാവോ? ഓക്കെ. ഗൂഗിൾ മീറ്റുകാർക്ക് കാണാനും പറ്റുന്നുണ്ടല്ലോ. ആ ഓക്കെ. ആ യെസ്. സോ നോക്കുക, നമ്മള് കുറെ സ്ഥാപനങ്ങളും സ്ഥാപിച്ചവരും അവരുടെ ആശയങ്ങളും നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. വീണ്ടും വീണ്ടും പറയേണ്ട ഒരു സാഹചര്യം ഉള്ളത്, നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നതും ഓരോ ക്ലാസ്സിലായതുകൊണ്ടാണ് ഈ പറഞ്ഞു വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ തീർന്നതിന് ശേഷം അടുത്ത ചാപ്റ്റർ ഒരെണ്ണം ഓൺലൈനും ഒരെണ്ണം ഓഫ്ലൈനിലും ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. As a result of the activities of the social reformers and their movement, the British were forced to abolish many social evils that existed in various parts of the country. They are as follows. Prepare a digital poster. അതായത് ഒരു ഡിജിറ്റൽ പോസ്റ്റർ തയ്യാറാക്കുക. ഈ ഇന്ത്യയുടെ വിവിധ ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രവർത്തനം നടത്തിയതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പല സോഷ്യൽ മൂവ്മെന്റ്സും നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് ഈ ക്ലാസ് ഇങ്ങനെ ഡിലേ വരുന്നത്. സോ നോക്കുക, ശ്രദ്ധിക്കുക. How did the ideologies put forward by the Indian reform movement create nationalism among Indians on the basis of the hints given? Opposition to caste system, advocate for the equal rights, intuition for foreign ideas, and cultural protest against social evils.
educational development, protest against the discrimination imposed upon the women, the press and unity. An Indian citizen has lost his naturalness, his life birth has dried up, he is half stagnant, half dressed. No delicious food is available to him. His dress is dragged and torn. His condition is very pathetic. This is a news items that appeared in Sulabh Samachar and earlier newspapers from Bengal. Sulabh Samachar and earlier newspapers in Bengal. This news covers the plight of the Indians under the British rule. The newspapers in that period reported many such issues in the society. Let us see what did the newspapers do during the freedom movement. അതായത് ഇവിടെ ബ്രിട്ടീഷുകാര് വിവിധ തരത്തിലുള്ള അനാചാരങ്ങളെ നിരോധിച്ചു. അതെന്തിന്റെ പ്രവർത്തന ഫലമാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുടെ പ്രസ്ഥാനങ്ങളുടെയും അവരുടെ ആശയങ്ങളിലൂടെയും നടത്തിയ വളരെയധികം സമരങ്ങളുടെയും പ്രക്ഷോഭത്തിന്റെയും ഫലമായിട്ട് ആണ് ബ്രിട്ടീഷുകാര് ഇത്തരത്തിലുള്ള ആചാരങ്ങൾക്കെല്ലാം തന്നെ ഒരു കടിഞ്ഞാണ് ഇട്ടത്. അവ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ സാമൂഹ്യ അനാചാരങ്ങളൊക്കെ നിരോധിച്ചുകൊണ്ട് പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം നമ്മുടെ ചൈൽഡ് മാരേജ് കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണ് അല്ലേ? ചൈൽഡ് മാരേജ് അല്ലേ? കേൾക്കുന്നില്ല? ചൈൽഡ് മാരേജ് എന്ത് ചെയ്തു? ഇല്ലാതാക്കി, നിരോധിച്ചു അല്ലേ? അതേപോലെ തന്നെ എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാണ് ചൈൽഡ് മാരേജ് നടത്തിയിരുന്നത്? എത്രയാണ്? 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അല്ലേ? അതേപോലെ തന്നെ പെൺ ശിശുഹത്യ അതെന്തായിരിക്കും? അതായത് നിങ്ങൾ കേട്ടിട്ടില്ല, ഈ പെൺകുട്ടികളെ ഇന്നും വടക്കേ ഇന്ത്യയിലൊക്കെ ഇത്തരത്തിലൊരു ദുഷിച്ച ആചാരം നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായോ? പെൺ ശിശുഹത്യ എന്ന് പറഞ്ഞാല് ഇപ്പോഴൊരു പെൺകുട്ടി ജനിക്കുകയാണെന്ന് വെക്കുക,
ആ പെൺകുട്ടിയാണെങ്കിൽ, ഒരാൾക്കൊരു കുട്ടി ജനിക്കുകയാണ്, അത് പെൺകുട്ടിയാണെങ്കിൽ അതിനെ കൊന്നു കളയുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് കഷ്ടമാണ്. വടക്കേന്ത്യയിൽ ഇന്നും, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മനസ്സിലായോ? നമ്മളാരും അറിയുന്നില്ല എന്നേ ഉള്ളൂ. പലപ്പോഴും മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന് നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലെ പെൺ ശിശുഹത്യ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അബ്ലിഷൻ ഓഫ് സതി നിരോധിച്ചു, അല്ലേ? അതേപോലെ തന്നെ വിഡോ റീമാരേജ് നടപ്പിലാക്കി, അതായത് വിധവാ പുനർവിവാഹം നടപ്പിലാക്കി. അബോളിഷൻ ഓഫ് സ്ലേവറി അഥവാ അടിമത്വം നിരോധിച്ചു. അതേപോലെ തന്നെ ചൈൽഡ് മാരേജ് അബോളിഷൻ ചെയ്തു, അല്ലേ? ശൈശവ വിവാഹം നിരോധിച്ചു. മനസ്സിലായോ? എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? എന്താണ് മനസ്സിലായോ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പറയൂ. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ഇനി മുമ്പ് വായിച്ചു നിർത്തിയത് പത്രങ്ങളെ കുറിച്ചാണ്. വളരെ ആദ്യം പത്രം ഇറങ്ങിത്തുടങ്ങിയത് ബംഗാളിൽ നിന്നാണ്. സുലഭ സമാചാർ എന്നാണ് ആ പത്രത്തിന്റെ പേര്. ബംഗാളിൽ നിന്നാണ് പത്രത്തിന്റെ ഏറ്റവും അധികം പത്രങ്ങള് പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഏറ്റവും ആദ്യം പ്രസിദ്ധീകരിച്ച പത്രം എന്ന് പറയുന്നത് ബംഗാളിലെ സുലഭ സമാചാർ എന്ന പത്രമായിരുന്നു. മനസ്സിലായോ? ഓക്കെ. നമ്മളവിടെ ഒരു വാർത്ത വായിച്ചു. അതായത് അന്നത്തെ പട്ടിണിക്കാരൻ അല്ലെ പാവപ്പെട്ടവന്റെ അവസ്ഥയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. വാർത്ത നിങ്ങൾ പുസ്തകത്തിലുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അന്നത്തെ ഇന്ത്യൻ പൗരന്റെ അവസ്ഥയാണ് സുലഭ സമാചാർ എന്ന പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് വർത്തമാന പത്രങ്ങൾ ഇന്ത്യക്കാരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പത്രം വഹിച്ച പങ്ക്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പത്രത്തിന്റെ റോള് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും ഓരോ പത്രങ്ങളും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പൊ നിങ്ങളെല്ലാവരും മിക്കവരും തന്നെ പത്രം വായിക്കുന്നവരാണ്. ആ പത്രം വായിക്കുന്ന നിങ്ങൾക്കറിയാം വർത്തമാന പത്രങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരുന്നതെന്ന്, അല്ലേ? വർത്തമാന പത്രങ്ങൾ വായിക്കുന്ന നിങ്ങൾക്കറിയാം പത്രത്തിൽ വരുന്ന എന്തെല്ലാം വാർത്തകൾ. പത്രത്തിന് സാധാരണ എത്ര പേജ് കാണും പിള്ളേരെ? എത്ര പേജ് കാണും? സാധാരണ എത്ര പേജ് കാണും? ഒരു 12 പേജെങ്കിലും കാണത്തില്ലേ മാക്സിമം? ആണ്. അവിടെ ആ പത്രത്തിൽ വിവിധങ്ങളായ ഇന്ന് നമ്മളെ കാണുന്ന പത്രത്തിൽ ദേശീയ വാർത്തകൾ ഉണ്ടാകും, അന്തർദേശീയ വാർത്തകൾ ഉണ്ടാകും, പ്രാദേശിക വാർത്തകൾ ഉണ്ടാകും, അല്ലേ? അപ്പൊ അങ്ങനെ പത്രങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് മുന്നിൽ എത്തിക്കാറുണ്ട്.
അതായത് ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് ബോധം നൽകുക. കാരണം പത്രമില്ലെങ്കിൽ അല്ലെങ്കിൽ ടി വി ഇല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് നടക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ അറിയില്ല, അല്ലേ? അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ജനവിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ എത്തിക്കാൻ വർത്തമാന പത്രം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് മറ്റുള്ള ജനങ്ങളെ ആകർഷിച്ച് അവരുടെ പങ്കാളിത്തം ഉറപ്പിക്കുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിച്ചുകൊണ്ടും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുമാണ് വർത്തമാന പത്രങ്ങൾ അവരുടെ പങ്ക് വഹിച്ചത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഒരാൾക്ക് സംഭവിക്കുന്ന പ്രശ്നം, അത് ഇന്ത്യക്കാർക്ക് മുഴുവനായുള്ള പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് അവയെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക, ഇവയൊക്കെയാണ് അക്കാലത്തെ വർത്തമാന പത്രങ്ങള് വഹിച്ചിരുന്ന പങ്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. എക്സാം എന്താ? അത് എന്തെല്ലാം കാര്യങ്ങളാണ് ന്യൂസ് പേപ്പർ വഹിച്ചിരുന്നതെന്ന് അവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? Examine the role of the newspapers in making people aware of exploitation and the violation of right they faced. The freedom struggle and their leaders find out the names of Malayalam newspapers published during the time of independent movement and list them. അതായത് പത്രങ്ങള് വളരെയധികം പങ്കാണ് വഹിച്ചത്. നിങ്ങളുടെ ആ പുസ്തകത്തിനകത്ത് അതിന്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് പോയാൽ നമ്മൾ സമയം ഒരുപാട് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ആ ടേബിൾ ഞാൻ പറയാതെ വിട്ടത്. കേട്ടോ? വായിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, വായിച്ചു തരാം. സോ അപ്പോഴ് അവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയിരുന്നു. നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ മതി, കേട്ടോ? മനസ്സിലായല്ലോ?
ഓക്കെ. ഐഡിയോളജിസ്റ്റ് ഒന്ന് നോക്കിയോ. They considered journalism as a social service, അതായത് ഒരു സാമൂഹ്യ സേവനമായിട്ടാണ് അന്ന് അവരതിനെ കണ്ടത്. അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പത്രം പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് ഒരു ലാഭം ലക്ഷ്യമാക്കിയല്ല, മറിച്ച് ഒരു സാമൂഹ്യ സേവനമാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസ് ആണ്, അല്ലേ? പക്ഷെ ഇന്നത്തെ പത്രങ്ങൾ പലതും അങ്ങനെയല്ല, ആണോ? അല്ല, മറിച്ച് അവരുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും പ്രോഫിറ്റിനാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ പരസ്യങ്ങൾ ഒരുപാട് വരുന്നത്, അല്ലേ? Criticize the national policies and motivated the national movement. Raja Ram Mohan Roy was first to start a newspaper with a national perspective. His in Bengali and Mirat or Akbar in Persian focused on social reformation, democracy and nationalism. Following his path, many reformers and national leaders published newspapers in regional languages. Realizing the powers of the press, British imposed strengthened measures to control them. The Vernacular Press Act, enacted by Lord Lytton in 1878, ആ വർഷം നോട്ട് ചെയ്തിടണം, was one of them. It gave the freedom of press in regional languages. The British withdrew the act after a massive protest. അതായത് അതായത് ഹിന്ദു സ്വദേശി മിത്രം എന്നൊരു പത്രം അന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങിയ ആളുകള് സുബ്രഹ്മണ്യ അയ്യരാണ്. പിന്നെ അമൃത ബസാർ പത്രിക എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തത് സുശീൽ കുമാർ മോത്ത് എന്ന് പറയുന്ന ആളാണ്. ഒരാളെ കൂടെ ഉണ്ട്,
മോത്തിലാൽ ഘോഷും, സുശീൽ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവർ സ്റ്റാർട്ട് ചെയ്ത പത്രമാണ് അമൃത ബസാർ പത്രിക. അതുപോലെ തന്നെ ബോംബെ സമാചാർ, ഫർദുർദി മസ്വാർ. അതേപോലെ തന്നെ ബാലഗംഗാധർ തിലക് ആരംഭിച്ച പത്രമാണ് കേസരി മറാത്ത. അതേപോലെ തന്നെ ബംഗാളി എന്നൊരു പത്രം ഉണ്ടായിരുന്നു. അത് ആരംഭിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രമാണ് ബംഗാളി. അതേപോലെ തന്നെ ദാദാഭായ് നവറോജി ഒരു പത്രം ആരംഭിച്ചിരുന്നു. അതാണ് വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആരംഭിച്ച പത്രമാണ് ഏത്? വോയിസ് ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ ഈശ്വരവൻ ചന്ദ്ര വിദ്യാസാഗർ ആരംഭിച്ച പത്രമാണ് ഷോം പ്രകാശ്. ആനി ബസന്റ് സ്ഥാപിച്ച 2 പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ, അതുപോലെ തന്നെ കോമൺ വീൽ എന്നീ 2 പത്രങ്ങളാണ് ആനി ബസന്റ് ആരംഭിച്ചത്. അതേപോലെ തന്നെ ഹരിജൻ ആരംഭിച്ച പത്രമാണ് യങ് ഇന്ത്യ. ഏതാണ്? യങ് ഇന്ത്യ. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കണം. മഹാത്മാഗാന്ധിയുടെ 2 പത്രങ്ങളായിരുന്നു ഏതൊക്കെ? യങ് ഇന്ത്യയും ഹരിജനും. ഏതാണ്? യങ് ഇന്ത്യ ആൻഡ് ഹരിജൻ സ്റ്റാർട്ടഡ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ആരംഭിച്ച 2 പത്രങ്ങളാണ് യങ് ഇന്ത്യയും ഹരിജനും. അതേപോലെ തന്നെ മൗലാന അബുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രമാണ് ഏത്? ഏതായിരിക്കും? വെരി ഗുഡ്, ആയുഷിലാൽ അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ലാലാ ലജ്പത് റായ് സ്ഥാപിച്ചതാണ് വന്ദേ മാതരം. ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ചതാണ് നേഷൻ അല്ലേ? അവിടെ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നാണ്. 1823 ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. 1823 1823 കേട്ടോ. എന്നാല് 1835 ചാൾസ് മെക്കോഫ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്ന നിയമത്തിലൂടെ ഈ ലൈസൻസ് ഏർപ്പെടുത്തിയ നിയമം നീക്കം ചെയ്തു. 2 വർഷം ഓർത്തിരിക്കണം. ലൈസൻസ് ഏർപ്പെടുത്തിയത് 1823 ലൈസൻസ് ഇല്ലാതാക്കിയത് 1835 മനസ്സിലായോ? 1835 ലൈസൻസ് നീക്കം ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ 1835 അദ്ദേഹം നീക്കം ചെയ്ത ആ ലൈസൻസ് ഇല്ലാതാക്കിയതോടുകൂടി ഇത്തരത്തിലൊരു നീക്കം നടന്നത് ഇന്ത്യൻ പത്രങ്ങളുടെ വളർച്ചയ്ക്കാണ് കാരണമായത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്ന് മെറ്റ്കാഫ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? വർത്തമാന പത്രങ്ങളെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നേതാക്കൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തിയത്.
വർത്തമാന പത്രങ്ങളെയാണ്. അക്കാലത്ത് ഒരു സാമൂഹിക സേവനമായിട്ടാണ് പത്രം പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ പത്രം നടത്തിക്കൊണ്ടു പോകുന്നത് കരുതിയിരുന്നത്. ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് അല്ലെങ്കിൽ സാമൂഹിക സേവനമായിട്ടാണ് അക്കാലത്ത് പത്രത്തിന്റെ പ്രസിദ്ധീകരണം നടത്തിയിരുന്ന ആളുകൾ കരുതിയിരുന്നത്. ഈ പത്രങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാരുടെ നയങ്ങളെ ശക്തമായിട്ട് വിമർശിക്കുകയും അവയെ അതിശക്തമായിട്ട് എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അങ്ങനെ പ്രാദേശിക പത്രങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഒരു പത്രം പ്രസിദ്ധീകരിച്ചത് രാജാ റാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ചെയ്തു സംവാദ് കൗമുദി, പേര് നോട്ട് ചെയ്ത് വെക്കണം, സംവാദ് കൗമുദി. അതുപോലെ പേർഷ്യൻ ഭാഷയിൽ ഒരു പത്രം ഉണ്ടായിരുന്നു, മിറാത്ത് ഉൽ അഖ്ബാർ. അപ്പോൾ ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന സമ്പദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന മിറാത്ത് ഉൽ ഹക്കുമാണ് ദേശീയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ച രണ്ട് പത്രങ്ങൾ. ഇതിന്റെ സ്ഥാപകൻ രാജാ റാം മോഹൻ റോയ് ആണ്. ഈ പത്രങ്ങള് സോഷ്യൽ റിഫോംസ് അഥവാ സാമൂഹിക പരിഷ്കരണം, അതേപോലെ തന്നെ നാഷണലിസം, ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം, സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം എന്നീ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുകയും അതുപോലെ തന്നെ ഈ ആശയങ്ങൾക്കാണ് ആ പത്രങ്ങള് കൂടുതല് ഊന്നൽ നൽകിയത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ദേശീയ കാഴ്ചപ്പാടോടുകൂടി പ്രസിദ്ധീകരിച്ച ഈ പത്രങ്ങളുടെ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് പിന്നീട് നിരവധി പത്രങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പോൾ ഈ പത്രങ്ങളിൽ മിക്കവയും പ്രസിദ്ധീകരിച്ചത് സോഷ്യൽ റിഫോംസും അതുപോലെ നാഷണൽ ലീഡേഴ്സുമാണ്. അഥവാ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയവരും ദേശീയ നേതാക്കളുമാണ് ഈ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതിൽ ഭൂരിഭാഗം ആളുകളും. കേട്ടോ? അപ്പോൾ ഇത്തരത്തിൽ വർത്തമാന പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അത് വാർത്ത പുറത്തിറക്കുകയും ചെയ്തു. അതിന്റെ ശക്തി വർദ്ധിക്കുന്നത് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തി. അതിനെ തുടർന്ന് അത് തകർക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അവരവരുടെ പ്രവർത്തനങ്ങള് ആരംഭിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 1878 ഞാൻ മുമ്പേ പറഞ്ഞു. ഏതാക്റ്റാണ്? പ്രസ് വെർണാകുലസ് ആക്ട് അല്ലേ? അതായത് പ്രാദേശിക ഭാഷ നിയമം അഥവാ വെർണാകുലസ് പ്രസ് ആക്ട്, പ്രാദേശിക ഭാഷാ പത്ര നിയമം 1878 മനസ്സിലായല്ലോ? ഇതിലൂടെ
പ്രാദേശിക ഭാഷാ പത്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങള് പിൻവലിച്ചു. മനസ്സിലായോ? ഇതിലൂടെ പ്രാദേശിക പത്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഓക്കെ, കേട്ടോ? പ്രാദേശിക പത്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. അതാണ് പ്രസ് വെർണാക്കുലസ് ആക്ട് 1878. മനസ്സിലായല്ലോ? During those days, protected circulation and reading newspapers were considered to be a part of the freedom struggle. അവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ വെർണാക്കുലസ് പ്രസ് ആക്ട് നടപ്പാക്കിയതിലൂടെ എന്താണ് നമ്മള് വർഷം വർഷം ഇതിനകത്ത് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഞാൻ നോക്കിട്ട് പറയാവേ, ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാവേ, കേട്ടോ? ആദ്യത്തെ പത്രം ഇറക്കിയത് നീ പറഞ്ഞ പോലെ തന്നെ ശരിയാണ്, രാജാറാം മോഹൻ റോയ് ആണ്. ബംഗാളി ഭാഷയിലാണ് ആദ്യത്തെ പത്രം ഇറങ്ങിയത്. ബംഗാളി ഭാഷയിലാണ് ആദ്യത്തെ പത്രം ഇറങ്ങിയത്. അതിന്റെ വർഷം ഞാൻ എഴുതിയിട്ടേക്കാം, കേട്ടോ? ആരാണ് മോളെ ചോദിച്ചത്? അത് എഴുതിയിട്ടേക്കാം, കേട്ടോ? സോ അങ്ങനെ പത്രങ്ങള് നിയന്ത്രിക്കാനായിട്ട് തുടങ്ങിയവര്. പക്ഷെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്തു. ജനങ്ങൾ, അന്നത്തെ ജനങ്ങള് അക്കാലത്ത് പത്രങ്ങളെ സംരക്ഷിക്കുക, പത്രം വായിക്കുന്നവരെ, പ്രസിദ്ധീകരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവര് അന്നത്തെ ജനങ്ങള് അത് കണ്ടിരുന്നത്. മനസ്സിലായോ? അവിടെ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, നോക്കുക, കേട്ടോ? അപ്പൊ അത് ഒന്നും ചെയ്തു നോക്കാനായിട്ട് നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ പറയണേ. അടുത്തത് education for the nation. If the Indian gets proper education, they will gain due respect from everyone. Rajaram Mohan Roy. If both the rich and poor get enough education,
they will be able to light unitedly against the all types of atrocities and sucriastis meted out to them. Keshava Chandra Ben, educated are the sportsmen of change. Veereshwalingam. These are visions of various social reformers on the important and the necessity of education. Identify the role of education from these observations to bring about changes in society. അതായത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാഭ്യാസം ദേശത്തിന് വിദ്യാഭ്യാസം എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ ജനതയ്ക്ക് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ എല്ലാവരുടെയും ആദരവ് നേടാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയും. ഇത് പറഞ്ഞത് ആരാണ്? രാജാ റാംമോഹൻ റോയ് പറഞ്ഞതാണ്. അതായത് ശരിയായ വിദ്യാഭ്യാസം ഇന്ത്യൻ ജനത നേടുകയാണെങ്കിൽ എല്ലാവരുടെയും ആദരവിന് പാത്രമാകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിക്കുമെന്ന് ആണ് രാജാ റാംമോഹൻ റോയ് പറയുന്നത്. അതായത് പാവപ്പെട്ടവൻ, അതേപോലെ തന്നെ പണക്കാരൻ എന്നീ വിഭാഗങ്ങള് വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണം, അതേപോലെ തന്നെ ക്രൂരത, അതേപോലെ തന്നെ അടിച്ചമർത്തലുകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെറുക്കാൻ അവർക്ക് സാധിക്കും. ഇത് പറഞ്ഞത് കേശവചന്ദ്ര സെൻ ആണ്. കേശവചന്ദ്ര സെൻ. അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് മാറ്റത്തിന് എപ്പോഴും തുടക്കം കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ദേശീയ സമരം ആരംഭിക്കുന്നത് തന്നെ അത് ശക്തി പ്രാപിക്കുന്നത് തന്നെ ഈ മാറ്റം അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസം ലഭിച്ച പുതിയ തലമുറയുടെ പ്രയത്ന ഫലമായിട്ടാണ്. രാജാ റാംമോഹൻ റോയ്ക്ക് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയത് കൊണ്ടാണ് അദ്ദേഹം സതി എന്ന ദുരാചാരത്തെയും ജാതി വിവേചനത്തെയൊക്കെ എതിർത്തു തുടങ്ങിയത്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിന് വേണ്ടി വാദിച്ച ആളെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ മോഡേണൈസേഷന് വേണ്ടി വാദിച്ച ആദ്യത്തെ വ്യക്തി രാജാ റാംമോഹൻ റോയാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മാറ്റത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ എപ്പോഴും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് മാറ്റത്തിന്റെ വക്താക്കൾ എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞത് വീരേശലിംഗമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് വിവിധ സാമൂഹിക പരിഷ്കർത്താക്കൾക്കുള്ള കാഴ്ചപ്പാട്. വിദ്യാഭ്യാസം ലഭിക്കുന്നത് കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഉണ്ടാവുക എന്ന വിവിധ സാമൂഹിക പരിഷ്കർത്താക്കളുടെ വീക്ഷണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇവ പരിശോധിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എന്തിനെല്ലാം സഹായമായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഓക്കെ. സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സൊസൈറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ യൂണിറ്റി, ഐക്യം നിലനിർത്താനായിട്ട് സാധിക്കും. മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക കേട്ടോ.
Ferguson College in Pune, established by Deccan Education Society. Establishing adult education institutions was the main being adopted, supporting nationalism. Nationalism. അതുപോലെ തന്നെ they imparted secular education to all sections of the society. The Deccan Education Society, founded in 1884, ആ വർഷം ഒന്ന് നോട്ട് ചെയ്തിടണം. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫൗണ്ടഡ് ഇൻ 1884, 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. എവിടെയാണ്? ഇൻ പൂന. പൂനെയിലാണ് 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫൗണ്ട് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, രൂപീകരിക്കപ്പെട്ടത്. ജി അടാക്ക, ബാലഗംഗാധര തിലക് ആൻഡ് മഹാദേവ ഗോവിന്ദ റാനഡെ was one of such educational institutions established with a nationalistic perspectives. The founders were well aware that education was inevitable in the socio-economic and cultural progress of the country. അതായത് 19ാം നൂറ്റാണ്ടില് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന സാമൂഹിക സാഹചര്യങ്ങളാണ് ഇന്ത്യൻ ദേശീയതയുടെ വരവിന് കളമൊരുക്കിയത്. അതായത് ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴി ഒരുക്കിയത് 19ാം നൂറ്റാണ്ടിലെ ആണ്. ഈ ഒരു സമയം രണ്ട് വ്യത്യസ്തമായ കാലഘട്ടങ്ങളുടെ ഏറ്റുമുട്ടലിനാണ് ഈ ഒരു കാലഘട്ടം സാക്ഷ്യം വഹിച്ചത്. മനസ്സിലായോ? അതായത് ഇന്ത്യയെ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായി ബ്രിട്ടന്റെ താല്പര്യം, അതായത് എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, അവരുടെ ഈ 3 മേഖലയിലുമുള്ള താല്പര്യങ്ങളാണ് അവരെ ഇതില് നമ്മളെ കീഴടക്കാൻ പ്രേരിപ്പിച്ചത്. അതേപോലെ തന്നെ ഈ 3 മേഖലകളിൽ നിന്നും മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ താല്പര്യം, അതായത് ആദ്യത്തെ തലം എന്ന് പറയുന്നത് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ തലങ്ങളിൽ നമ്മളെ കീഴ്പ്പെടുത്തുക എന്ന ബ്രിട്ടീഷുകാരുടെ താല്പര്യം. രണ്ടാമത് സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക തലങ്ങളിൽ അവരുടെ ആധിപത്യത്തിൽ നിന്നും മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ താല്പര്യം എന്നീ 2 തലങ്ങളുടെ ഏറ്റുമുട്ടലുകളായിരുന്നു അത്. അപ്പോൾ ഇത്തരത്തിൽ
പാരസ്പര്യമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി എന്ന് നമ്മളിപ്പോ പറഞ്ഞു. ആ ഏറ്റുമുട്ടലുകൾ ഉണ്ടായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെക്ടറാണ്, അതായത് വിദ്യാഭ്യാസ മേഖലയാണ്. മനസ്സിലായോ? ഇത്തരത്തിൽ ഈ രണ്ട് തലങ്ങളിലുള്ള ആ രണ്ട് തലങ്ങളുടെയും ഏറ്റുമുട്ടല് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായി മാറിയത് നമ്മളുടെ എഡ്യൂക്കേഷൻ വിഭാഗമാണ്. അത് ബ്രിട്ടീഷ് കൊളോണിയൽ മേധാവിത്വത്തെയും അതിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അസമത്വങ്ങളെയും അതിനെ രണ്ടിനെയും ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർത്തു തോൽപ്പിക്കാൻ വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതി ഇന്ത്യക്കാരെ സഹായിച്ചു. മനസ്സിലായോ? ഇതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ പുരോഗതി, അതിന്റെ വളർച്ച നമ്മെ സഹായിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യക്കാരിൽ ദേശീയ കാഴ്ചപ്പാട് വളർത്താൻ വിദ്യാഭ്യാസം സഹായകമായത്. മനസ്സിലായോ? മനസ്സിലായല്ലോ? ഓക്കെ. ഇനിയും ഈ സാഹചര്യത്തെ എങ്ങനെയാണ് ദേശീയ നേതാക്കള് നമ്മളുടെ പുരോഗതിക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നാണ് നാം ഇനി നോക്കുന്നത് കേട്ടോ. ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുകയും മതേതര വിദ്യാഭ്യാസം എല്ലാ മേഖലകളിൽപ്പെട്ട ആളുകൾക്ക് നൽകുകയുമായിരുന്നു ഒരു ഉദ്ദേശം. അതിനുവേണ്ടി 1884 ആ വർഷം നോട്ടിയിടുന്ന മലയാളം മീഡിയംകാരെ, 1884 1884 ആ 1884 ജി അഡാർക്കർ, അതുപോലെ തന്നെ ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. അപ്പോൾ ഇവര് മൂന്നുപേരും കൂടെ ചേർന്ന് പൂനെയില് ഒരു സ്ഥാപനം ആരംഭിച്ചു, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ആരൊക്കെയാണ് സ്ഥാപകര്? ഫൗണ്ടർ ഓഫ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? ആരൊക്കെയാണ്? ജി അഡാർക്കർ, ബാലഗംഗാധര തിലക്, ഒരാൾ കൂടെ ഉണ്ടല്ലോ, ആരാ? മഹാദേവ ഗോവിന്ദ റാനഡെ. മഹാദേവ ഗോവിന്ദ റാനഡെ, ബാലഗംഗാധര തിലക്, ജി അഡാർക്കർ എന്നിവർ ചേർന്നാണ് പൂനെയിൽ, ശ്രദ്ധിക്കുക, സ്ഥലപ്പേര് കൂടെ നോട്ട് ചെയ്ത് വെക്കണം, പൂന ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884. മനസ്സിലായോ? 1884 established Deccan Education Society founded by G Adadkar, Balagangadhara Tilak, Mahadeva Govinda റാനഡെ എന്നിവർ ചേർന്നാണ് പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884 സ്ഥാപിച്ചത്. അപ്പോൾ ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി
ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇത് ആധുനിക വിദ്യാഭ്യാസം സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക രംഗത്തെ മാറ്റത്തിന് അനിവാര്യമാണെന്ന് ഇവർ വിശ്വസിച്ചു. അവർ മനസ്സിലാക്കിയ, തിരിച്ചറിഞ്ഞവര്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ്. ഏതാണ്? ഫർഗൂസൺ കോളേജ്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് അതെവിടെയാണ്? പൂനെയാണ്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സും പൂനെയാണ്. ഫർഗൂസൺ കോളേജും പൂനെയിലാണ്. അതിന്റെ ഒരു ചിത്രം അവിടെ കൊടുത്തേക്കുന്നത് കണ്ടോ? ഫർഗൂസൺ കോളേജിന്റെ. അതേപോലെ തന്നെ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സീലിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മുദ്ര അല്ലെങ്കിൽ സീലിന്റെ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മനസ്സിലായല്ലോ? എത്ര ഭാഗം മനസ്സിലായല്ലോ? സമയത്ര പിള്ളേരെ? 9. നമുക്ക് ഈ സ്വദേശി മൂവ്മെന്റ് കൂടെ എടുത്തിട്ട് നിർത്താം കേട്ടോ. The Swadeshi movement which started after the partition of Bengal in 1909. ആ വർഷം ഒന്ന് മാർക്ക് ചെയ്തിടുക. 1905 ബംഗാൾ പാർട്ടിഷൻ ഓഫ് ബംഗാൾ ആണ് 1905 കേട്ടോ. Influenced to found many education institutions for the propagations of the national education. D.K. Gao started first Indian women university in Maharashtra in 1916. 1916 ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ സർവകലാശാല സ്ഥാപിക്കുന്നത്. എവിടെയാണ് വനിതാ സർവകലാശാല സ്ഥാപിച്ചത്? എവിടെയാണ്? മഹാരാഷ്ട്ര കേട്ടോ. യെസ്. He was motivated by the concept that education had a pivotal role in women empowerment. Following these many educations, institutions were founded in various parts of India. The major objectives were promotions, nationalism, opposition to social evils, and the rejection of Western education. Gandhiji and
Tagore at the Vishwabharati. The university founded Rabindranath Tagore. The university founded by the Rabindranath Tagore in Bengal. Focus on universal brotherhood. With this university, Tagore aimed at a system of education that would bridge Western and Eastern cultures. Similarly, when national movement became strong under the leadership of Mahatma Gandhi, a team led by the Maulana Muhammad Ali, Shaukat Ali, Dr. Zakir Hussain, and M.A. Ansari, founded by the Jamia Millia Islamia in Aligarh. കുട്ടികളെ വീഡിയോ ആരാണ് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ആരാണ് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ നോക്കൂ, അതായത് 1905 ബംഗാൾ വിഭജനം നടന്നു. ബംഗാൾ വിഭജനം എന്താണ് നമ്മൾ പഠിക്കും. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നാണ്. ഇത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്കായിട്ട് നിരവധി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുകയും ഇത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്കായിട്ട് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അതായത് 1916 D.K. കാർവേ മഹാരാഷ്ട്രയിൽ ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യയിലെ വനിതാ സർവകലാശാല. മാർക്ക് ചെയ്തിടണം 1916 1916 ദ ഫസ്റ്റ് വുമൺ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയിൽ ആരംഭിക്കുന്നത്. കണ്ടോ, അവിടെ കാർവേയുടെ ഒരു സ്റ്റാച്ചുവിന്റെ പടം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സ്റ്റാച്ചു, ഒരു പ്രതിമ, കാർവേയുടെ ഒരു പ്രതിമയുടെ പടം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ അത് അദ്ദേഹം സ്ഥാപിച്ചത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ്. വിദ്യാഭ്യാസം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചത്. കാർവ. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ തുടർന്ന് നിരവധി വിദ്യാലയങ്ങളാണ് ആരംഭിച്ചത്. നിരവധി വിദ്യാലയങ്ങളാണ് ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ ആരംഭിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. മനസ്സിലായോ? സാമൂഹ്യ വിദ്യാഭ്യാസം അതിനോട് കൂടുതല്
അതിനും കൂടുതൽ കാഴ്ചപ്പാടുകൾ ഉണ്ടായി. ഇത് ഇന്ത്യയുടെ മുഖമുദ്രയാണ്. അതായത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ സ്ഥാപിച്ച ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല വിവിധ രാഷ്ട്രങ്ങൾക്കപ്പുറത്തുള്ള അന്തർദേശീയമായിട്ടുള്ള ബ്രദർഹുഡിനാണ്, സാഹോദര്യത്തിനാണ് രൂപം നൽകിയത്. അപ്പൊ ടാഗോർ ഇതിലൂടെ ലക്ഷ്യമിട്ടത് പാശ്ചാത്യ പൗരസ്ത്യമായ വിദ്യാഭ്യാസങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് രവീന്ദ്രനാഥ ടാഗോർ ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ എത്തിയതോടുകൂടി ദേശീയ പ്രസ്ഥാനം കൂടുതൽ ശക്തി പ്രാപിച്ചു. അപ്പൊ അങ്ങനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കൂടുതൽ ശക്തി പ്രാപിച്ചതോടുകൂടി മൗലാന മുഹമ്മദ് അലി, അതുപോലെ തന്നെ ഷൗക്കത്ത് അലി, ഇവരെ അലി ബ്രദേഴ്സ് അഥവാ അലി സഹോദരന്മാരെന്നാണ് അറിയപ്പെടുന്നത്. ഈ അലി സഹോദരന്മാരും ഡോക്ടർ സക്കീർ ഹുസൈൻ, ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ, അതുപോലെ തന്നെ MA അൻസാരി, ആരൊക്കെയാണ്? ഷൗക്കത്ത് അലി, അതേപോലെ തന്നെ മുഹമ്മദ് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തില് അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ മില്ലിയ കോളേജ്, ഇസ്ലാമിയ കോളേജ്. കേട്ടോ? ഇതിന്റെ അടിസ്ഥാനവും മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്നതായിരുന്നു ഈ ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപകമായിട്ട് അവര് കണ്ടത്. ഈ സ്ഥാപനം സ്ഥാപിക്കുന്നതിലൂടെ അവർ ലക്ഷ്യം വെച്ചതും ഇത് തന്നെയായിരുന്നു. കേട്ടോ? അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ? കേട്ടോ? ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ? ഓക്കെ. എല്ലാവരും ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എല്ലാവരും ലെഫ്റ്റ് ചെയ്തോ? പേരൊന്നും പറയണ്ട, വേഗം ലെഫ്റ്റ് ചെയ്ത് വയ്ക്കാം.